ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഓട്ടോഹോളിക്സ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് തൃശ്ശൂർ കുട്ടനല്ലൂരുള്ള പോപ്പുലർ ടൂറിന്റെ ഇടമുമ്പിലാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ റോഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് SUVs ആണെന്ന് നമുക്കറിയാം. പക്ഷെ ചില ബ്രാൻഡ്സുകൾ സെഡാൻ സെഗ്മെന്റ് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിലെ വൺ ഓഫ് ദ സക്സസ്ഫുൾ സെഡാൻ ആയിട്ടുള്ള വെർണയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഈ വെർണ 2026 ഫേസ് ലിഫ്റ്റഡ് വേർഷനും കൂടിയാണ്. സോ നമ്മുടെ ചാനലിൽ 1 month ആയിരിക്കുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. റിവ്യൂവിന് മുമ്പ് ഞാനത് പറഞ്ഞു വെക്കുകയാണ്. ഇനി നല്ല നല്ല വാഹനങ്ങൾ നമ്മുടെ റിവ്യൂവിനായിട്ട് കൊണ്ടുവരും. അപ്പോൾ എന്തായാലും നമുക്ക് വെർണയുടെ റിവ്യൂവിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ തന്നെ പഴയ വെർണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതിന്റെ ആ ഒരു ഗ്രില്ലിന്റെ ആ ഒരു സൈസും പിന്നെ ഹെഡ് ലാമ്പിന്റെ യൂണിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് ഒക്കെ കൊടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് വെർണയുടെ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല്. സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ് ബീം ഹെഡ്ലൈറ്റ്സ് എന്നാണ് ഹ്യുണ്ടായി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു LED ഹെഡ്ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഇൻഡിക്കേറ്റർ LED അല്ല. പിന്നെ സെന്ററിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ നമുക്കിവിടെ കാണാം. പിന്നെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ അഡാൻസിന്റെ സെൻസർ യൂണിറ്റ് നമുക്ക് കാണാം. ബോണറ്റിന്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡേ ടൈം റണ്ണിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പഴയ വെർണയിലും അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത്, സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഡാഷ് ക്യാമിന്റെ ഒരു പോർഷൻ നമുക്ക് കാണാം. ഇൻബിൽറ്റ് ആയിട്ട് ഡാഷ് ക്യാം ഈ വാഹനത്തിൽ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വെർണയുടെ സൈഡ് പോർഷനിൽ പരിചയപ്പെടാം. സൈഡ് പോർഷൻ ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് ഫേസ് ലിഫ്റ്റഡ് വെർഷൻ നമുക്ക് ആണോ തിരിച്ചറിയാൻ ആ കൂടി മാർഗം എന്ന് വെച്ചാൽ ആ വീലിന്റെ ഭാഗമാണ്. ആ വീല് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. അതിന്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ നമുക്ക് സൈഡ് വ്യൂ മിററിന്റെ തൊട്ട് താഴെ 360 ഡിഗ്രിയുടെ ക്യാമറ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽസ് എല്ലാം ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബ്രഷ്ഡ് അലുമിനിയം എലമെന്റും കാണാം. അതിങ്ങനെ നേരെ ഒരു ബീഡിങ് പോലെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. ബാക്കിലോട്ട് ഇറങ്ങും തോറും വണ്ടിയുടെ ആ ഒരു വിത്ത് കൂടി വരുന്നത് ആ ഒരു ഡിസൈനിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അതെന്തായാലും നന്നായിട്ടുണ്ട്. വെർണ ഇറങ്ങിയപ്പോ തന്നെ ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ബാക്ക് സൈഡിൽ ആ ചിരിഞ്ഞിറങ്ങുന്ന ആ ഒരു ബാക്ക് സൈഡാണ്. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിലത്തെ കൂടി വിശേഷങ്ങളാണ്. സൈഡിൽ അധികം മാറ്റമൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ വെർണയിൽ കണ്ട ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് തന്നെയാണ് സൈഡിൽ നിലനിർത്താനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെർണയുടെ റിയർ പോർഷനിലേക്ക് കിടന്നേക്കാണ്. സോ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് പഴയ വെർണയിൽ നിന്ന് വ്യത്യാസം തോന്നുന്നത് ഈ ഒരു സ്പോയിലർ ആണ്. ഈ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന സ്പോയിലർ ഹ്യുണ്ടായി വെർണയെ നല്ല ഒരു സ്പോർട്ടി കാർ ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ ടിപ്പിക്കൽ വെർണയിൽ കണ്ടുവന്ന പോലെ തന്നെയുള്ള ഒരു റിയർ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് നമ്മൾക്ക് കാണാം. തൊട്ട് താഴെ സെൻസർ യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയുടെ ഒരു റിയർ ക്യാമറ നമുക്ക് കാണാം. ഡിഫ്യൂസർ നല്ല അടിപൊളി സ്പോർട്ടിലൊക്കെ കൊണ്ടുവരാൻ തന്നെ കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു സിൽവർ ഫിനിഷും റിഫ്ലക്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓവറോൾ ബാക്കിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ പഴയ വെർണ തന്നെ ആ കൂടി മാറ്റം നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടാം. ഈ ഒരു ബ്ലാക്ക് കളറുള്ള സ്പോയിലറിന്റെ യൂണിറ്റ് മാത്രം. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ഷാർഫിൻ ആന്റിനെയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ബാക്ക് സൈഡ് ഗ്ലാസ് ആണ് നമ്മൾ കാണുന്നത്. അതിന്മേ ഡിഫോഗർ ലൈൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് വൈപ്പേഴ്സ് ഇല്ല. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ലോപ്പ് ആയിട്ട് ഇറങ്ങുന്ന ഒരു കാറിന്റെ പിന്നിൽ വെള്ളം സിമ്പിൾ ആയിട്ട് ഒലിച്ചിറങ്ങാൻ രീതിക്കാണ് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കിൽ വൈപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. സോ ഇത്രയ്ക്കൊക്കെയുള്ള ഓവറോൾ ഡിസൈൻ. ഫേസ് ലിഫ്റ്റിന്റെ മെയിൻ ഭാഗങ്ങൾ മാറ്റം പറഞ്ഞാൽ ബാക്കും ആ ഒരു ഫ്രണ്ടിലത്തെ ഗ്രില്ലും ഈ സ്പോയിലറും യൂണിറ്റ് മാത്രമാണ്. ഇനി വരുന്നത് ഇതിന്റെ ഇന്റീരിയർ പോർഷനാണ്. സോ നമുക്ക് ഇന്റീരിയർ പോർഷൻ ഒന്ന് കാണാം. അപ്പൊ നമ്മൾ 2026 ഫേസ് ലിഫ്റ്റഡ് വെർണയുടെ ഇന്റീരിയർ പോർഷനിലാണ് ഇരിക്കുന്നത്. സോ ഇന്റീരിയറിലേക്ക് കയറിയപ്പോൾ തന്നെ മെയിൻലി അവര് ഫോക്കസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാവും ഇതിന്റെ ഒരു ലക്ഷൂറിനെസ് ആണ്. ഹ്യുണ്ടായി വെഹിക്കിൾസിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇന്റീരിയർ ഡിസൈനിന്റെ ആ ഒരു പ്രീമിയംനെസ്സും ലക്ഷൂറിനെസ്സും ആണ്. ആഡംബരമായിട്ടുള്ള വെഹിക്കിൾസിന്റെ ഉള്ളിൽ കയറുന്ന രീതിക്ക് തന്നെയാണ് ഹ്യുണ്ടായി ഈ ഒരു വെഹിക്കിൾ ഇന്റീരിയർ പോർഷൻ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് പറയാം. സോ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഡോർ തുറന്ന് കയറുമ്പോൾ തന്നെ ഈ സീറ്റ് നമ്മൾ വെൽക്കമിങ് ചെയ്യും. സോ നമ്മൾ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു സീറ്റ് ഹൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ ആയിട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സോ മെമ്മറി ഫംഗ്ഷനും കൂടി വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഡ്രൈവർ സീറ്റ്. ആൻഡ് 4 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ പാസഞ്ചർ സീറ്റ്സ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഫുള്ളി ലെതർ റാപ്ഡ് ആണ്.
അതുപോലെ തന്നെ ഗിയർ നോബും ഫുള്ളി ലെതർ റാപ്പിഡ് ആണ്. ഇതിൽ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ വണ്ടിയിലും കണ്ടുവരുന്ന പോലെ തന്നെ മൾട്ടിമീഡിയ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും പിന്നെ എന്താ പറയുക നമ്മുടെ ലൈൻ ഡിപ്പാച്ചർ അഡാസിന്റെ ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റും സ്റ്റിയറിംഗിന്റെ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലെന്നാണ് ഹ്യുണ്ടായി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ട്. നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു പോർഷനെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഡുവൽ ടോൺ കളറിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സോഫ്റ്റ്വെയർ മെറ്റീരിയൽ ആണ് ഈ ഒരു ഡാഷ്ബോർഡിൽ. ഒരു പ്ലാസ്റ്റിക്കിനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ലെതറൈറ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ട് വൃത്തിയാക്കാനായിട്ട് കമ്പനി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിന് ത്രൂ ഔട്ട് ഒരു ആംബിയൻ ലൈറ്റ് റൺ ആവുന്ന നമ്മൾക്ക് കാണാം. അത് നല്ലൊരു ലക്ഷറിനെസ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെന്റർ ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിലാണ് AC കൺട്രോൾ യൂണിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് ഈ ഒരു AC-യുടെ ഫാനിന് കൂട്ടാനും തണുപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ റയർ ഡിഫോഗറിലും ഫ്രണ്ട് ഡിഫോഗറൊക്കെ ഓൺ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഈ ഒരു വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഫംഗ്ഷൻ ആയിട്ട് മാറും. അങ്ങനെ രണ്ട് പർപ്പസിൽ നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാൻ പറ്റും. അത് തൊട്ട് താഴെ വരാണെന്നുണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റിന്റെ ആ ഒരു ബട്ടൺ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഗുഡ് പ്ലാസ്റ്റിക് ആണ്, ചീപ്പൊന്നല്ല, അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ് ഈ ഒരു സെൻട്രൽ കൺസോളിലും കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. അതിനും താഴെ വരുന്ന സമയത്ത് നമുക്കൊരു വയർലെസ് ചാർജിങ്ങിന്റെ പോർഷൻ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിന്റെ 180 വാട്ട്സിന്റെയും ചാർജിങ് പോർഷൻ കാണാം. അപ്പുറത്ത് ഒരു C ടൈപ്പും ഇപ്പുറത്തെ USB കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ തരത്തിലുള്ള ചാർജിങ് ഓപ്ഷൻസും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. തൊട്ട് താഴെ വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർക്കിംഗ് സെൻസറിന്റെ ബട്ടണും ഡ്രൈവ് മോഡ്സുകളുടെ ബട്ടണും തൊട്ടടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യെത്ത ദൂരത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗിയർ സെലക്ടർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രീമിയംനെസ് കൊണ്ടുവരുന്നുണ്ട്. ലൈക്ക് ഒരു ഫ്ലൈറ്റിന്റെ ഒക്കെ ഒരു ടോഗിളില്ല അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു രസമുണ്ടായിരുന്നു. ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ഒക്കെ കൊടുത്ത് മാക്സിമം പ്രീമിയംനെസ് കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. സെൻട്രൽ കൺസോളിന്റെ വീണ്ടും താഴത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റബിൾ ആയിട്ടുള്ള പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. അതിന് താഴത്ത് ഓട്ടോ ഹോൾ ബട്ടൺസും തൊട്ടപ്പുറത്ത് ചെറിയൊരു കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. അതിന് താഴെ വരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഒരു കപ്പ് ഹോൾഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്മാർട്ട് സംഭവം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ മൊത്തം നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു കപ്പ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കമ്പനി നല്ലൊരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളി പിടിക്കാൻ ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പ്യുവർ വൈറ്റ് അല്ല, എങ്കിലും ചെളി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. സോ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. പക്ഷെ കഴുകിയ പോവാന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ആംറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡബിൾ ആംറസ്റ്റ് ആണ്. പിന്നെ വലിയൊരു സ്റ്റോറേജ് ഓപ്ഷനും ഇതിന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. കളർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ടൈപ്പ് ഓഫ് കളറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കമ്പനി. ഒരു ലെതറേറ്റ് മെറ്റീരിയലോ കൊണ്ടൊക്കെ നല്ലൊരു ഹഗ് ചെയ്തിരിക്കുന്ന രീതിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് വെർണയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഴയ വെർണയിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വെർണയിൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, കൂളിംഗ് ഉണ്ടായിരുന്നു. പുതിയ വെർണയിലേക്ക് വന്നപ്പോൾ കൂളിംഗ് സിസ്റ്റം മാത്രമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. മിക്കതും നമ്മുടെ നാട്ടിൽ ഹീറ്റിംഗ് സിസ്റ്റം അധികം ഉപയോഗിക്കില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഹീറ്റിംഗ് വേണ്ട എന്നുള്ള രീതിക്കായിരിക്കും ഈ ഒരു കൂളിംഗ് സിസ്റ്റം മാത്രം ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഡാഷ്ബോർഡിന്റെ ഭാഗത്ത് വരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണ് ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂളിംഗ് ഫംഗ്ഷൻ ഉള്ള ഗ്ലൗ ബോക്സ് ആണ്. അതിന്റെ ഒരു റൊട്ടേറ്ററി നോബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കൂൾനെസ് കയറുന്ന രീതിക്ക് അവിടെ നിന്ന് നല്ലൊരു തണുപ്പ് വന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് പോകാവുന്നതാണ്. ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു AC വെന്റ്സ് ഒക്കെ നല്ല ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വൃത്തിയും നല്ലൊരു ലക്ഷറിയസും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു വാഹനങ്ങളിലേക്ക് കയറുമ്പോൾ. പിന്നെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കൂടിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഹ്യുണ്ടായിട്ട് തന്നെ ബ്ലൂ ലിങ്ക് കണക്ഷൻസ്, പിന്നെ നാവിഗേഷൻ, ഫോൺ, പിന്നെ വോയിസ് മെമ്മോ, ജിയോ 7 ഒക്കെ അതിലേക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ റേഡിയോ, അതൊക്കെ ഓൾറെഡി എല്ലാ വെഹിക്കിൾസിലും കിട്ടുന്ന പോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ഹ്യുണ്ടായി പറഞ്ഞാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡോർ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ ഒരു ഹാൻഡിൽ കാണാം, ഓപ്പൺ ഹാൻഡ്ലിംഗ് ലിവർ കാണാം. പിന്നെ അതിന് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ വൈറ്റ് ഷെയ്ഡ് കൊടുത്തത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ചെളി പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്.
അതുകൂടാതെ തന്നെ സൈഡിൽ കൊടുത്തിട്ടുള്ള പോർഷൻസ് മൊത്തം പ്ലാസ്റ്റിക് ആണ്. നമ്മളിപ്പോൾ വൈറ്റ് ഷെയ്ഡ് കാണുമ്പോൾ വിചാരിക്കും അതൊരു ലെതറേറ്റ് മെറ്റീരിയൽ ആണെന്നുള്ളത്, പക്ഷെ അല്ല. അടുത്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോസിന്റെ 8 സ്പീക്കർ സിസ്റ്റത്തിന്റെ ഒരു യൂണിറ്റും നമുക്ക് അവിടെ കാണാം. പിന്നെ മുകളിലോട്ട് നോക്കുന്ന ചെറിയൊരു ട്യൂട്ടറിന്റെ ഒരു യൂണിറ്റ് അവിടെ വൃത്തിക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പനി. സോ ഓവറോൾ ഇതൊക്കെയാണ് ഇന്റീരിയർ പോർഷനിൽ ഫ്രണ്ട് സൈഡിലൊക്കെ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് കിടക്കാം. സോ നമ്മൾ ഹ്യൂണ്ടായി പറഞ്ഞ റിയർ പോർഷനിലേക്ക് കിടന്നേക്കാണ്. സോ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് എന്റെ ഡ്രൈവബിൾ ഡിസ്റ്റൻസിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ടും കൂടി എനിക്ക് ഏകദേശം ഒരു 4 ഫിംഗറിന്റെ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ചെറിയ രീതിക്ക് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു സ്കൂപ്പിംഗ് കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ കൂടി പിൻ സീറ്റിൽ സ്പേസ് ഇല്ല എന്ന് വിചാരിക്കരുത്, ഹെഡ് റൂം ഇല്ല എന്ന് വിചാരിക്കരുത്. കമ്പനി അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാം. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. ഡോർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൺ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലക്ഷറി പ്രീമിയം സെഗ്മെന്റ് വരുന്ന വണ്ടികൾക്ക് കൊടുക്കുകയാണ്. അത് ഈ ഒരു വെഹിക്കിളും കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു അലുമിനിയം ഡോർ ഹാൻഡിലും, ഇനി ഈ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എലമെന്റും പിന്നെ ഒരു ലെതറേറ്റ് മെറ്റീരിയലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോസിന്റെ സ്പീക്കർ സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. പിന്നെ മെയിൻലി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെന്റർ കൺസോളിന്റെ അവിടെ വരുന്ന ഈ ഒരു വെന്റിലേഷൻ യൂണിറ്റ് ആണ്. റയർ സീറ്റിൽ ഇരിക്കുന്നവർക്കും കംഫർട്ടബിൾ ആയിട്ട് തണുപ്പൊക്കെ ഫാനൊക്കെ കൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഹ്യൂണ്ടായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പോർഷൻ സ്റ്റോറേജ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ USB-C ടൈപ്പ് ചാർജിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഇതൊക്കെയാണ് ബാക്ക് സൈഡിൽ പറയാനുള്ളത്. പിന്നെ ഈ സീറ്റിന്റെ കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കളറ് പേടിയുണ്ട്, കാരണം ചെളി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സെന്ററിൽ ഒരു ആംറസ്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഹെഡ് റെസ്റ്റ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എങ്കിലും 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ്സും കമ്പനി സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐസോഫിറ്റ് സീറ്റ്സും ചൈൽഡ് സീറ്റ്സും ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലക്ഷറിയസ് ഇന്റീരിയർ തന്നെയാണ് ഹ്യൂണ്ടായി വെർണയ്ക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫ്രണ്ട് സൈഡിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാൻ സൺ റൂഫും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി ഓപ്പണബിൾ ആയിട്ടുള്ള സൺ റൂഫാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോസ് മോഡ് ഫംഗ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാറ്റ ഹാരിയറിലും മഹീന്ദ്രയുടെ വണ്ടികളിലൊക്കെ കണ്ടുവന്ന പോലെ തന്നെ ഇവിടെ ആരും പാസഞ്ചർ സീറ്റിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺസ് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഈ ഒരു സീറ്റ് അങ്ങോട്ടേക്ക് നീക്കി ഫ്രണ്ടിലോട്ട് നീട്ട് നമുക്ക് ഇവിടെ കാലൊക്കെ നീട്ടി സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ ഇന്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പ്രീമിയംനെസ് അതേപടി നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുമ്പോൾ നമുക്ക് CVT ആൻഡ് DCT ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. അത് ഫുൾ ഓപ്ഷൻ വേരിയന്റിലാണ് നമുക്ക് കിട്ടുക. ടർബോ എഞ്ചിൻ വരുന്ന മോഡലിന് DCT ഗിയർ ബോക്സ് ആണുള്ളത്. ഇതിൻ്റെ പ്രൈസ് പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.98 lakh rupees ആണ് ഇൻട്രൊഡക്ടറി പ്രൈസ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 18.25 എക്സ് ഷോറൂം പ്രൈസിലാണ് ഈ വാഹനം അവൈലബിൾ ആയിരിക്കുക. പറഞ്ഞ ബൂട്ട് സ്പേസ് കാണിച്ചാൽ ഞാൻ മറന്നു. സോ ബൂട്ട് സ്പേസ് നോക്കുന്ന സമയത്ത് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ്, അതായത് 528 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് വെർണയ്ക്ക് ഹ്യൂണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 15 ഇഞ്ചിന്റെ ഒരു സ്പെയർ വീല് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴത്ത്. പിന്നെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലൈറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോസ് സിസ്റ്റത്തിന്റെ ഒരു സബ് വൂഫർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള വണ്ടിയുടെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളില് 1.5 ലിറ്റർ MPA പെട്രോൾ 4 സിലിണ്ടർ എഞ്ചിനാണ് വിത്ത് 115 PS പവർ ആൻഡ് 143.8 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. ഇത് കൂടാതെ തന്നെ വേറൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടി നമുക്കുണ്ട്, ടർബോ, അതായത് 1.5 ലിറ്റർ ടർബോ GDI പെട്രോൾ 4 സിലിണ്ടർ വിത്ത് 160 PS പവറും 253 Nm ടോർക്കും ഉള്ള വേറെ ഒരു എഞ്ചിൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. സോ ഓവറോൾ ഇതൊക്കെയാണ് വെർണയുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് പോപ്പുലർ ഹ്യൂണ്ടായിരുന്ന ഈ വാഹനം തന്നത് നിജോഷ് ബ്രോ ആണ്. സോ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ഈ ഒരു വാഹനത്തിനല്ല ഹ്യൂണ്ടായിലുള്ള ഏത് വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിജോഷ് ബ്രോനെ കോൺടാക്ട് ചെയ്യാം. സോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ വണ്ടികളുടെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ അതുവരെയും ദിസ് ഇസ് രാഹുൽ സൈനിങ് ഓഫ് ഫ്രം ഓട്ടോഹോളിക്സ്. ബൈ.